ചോദ്യത്തിന് സംസം വെള്ളം അത് എന്താ ചെയ്യാ, അതുമായി ബന്ധപ്പെട്ട വിഷയം. അത് നമുക്കറിയാം, സംസം വെള്ളം അത് പവിത്രമായ വെള്ളമാണ്. സംസം വെള്ളം പവിത്രമായ വെള്ളമാണ്. അതെന്താണ്? അതിൽ മരുന്നാണത്. എന്താണ്? മാ ഉ സംസം ഹദീസിൽ കാണാൻ സാധിക്കും. കരയിലും കടലിലും ജീവിക്കുന്ന ജീവികളോ ചോദ്യം മനസ്സിലായി കേട്ടോ. പിന്നെ ഷിഫ ഇവിടെ കൊടുത്ത് എന്താണ്? അത് ഷിഫയാണ്. മാ ഉ സംസം ലിമ ശുരിബ ലഹു. സംസം വെള്ളം അതിലെന്തുണ്ട്? അത് എന്തിനാണോ കുടിക്കുന്നത് അതിനുള്ളതാണ്. എന്തിനു വേണ്ടിയാ സംസം കുടിക്കുക? അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുകയാണ് വെള്ളിക്കാര് മാറാ രോഗങ്ങൾ വരെ ഒരു സംസം വെള്ളം കൊണ്ട് സുഖപ്പെടാം എന്ന് ഹദീസിനെടുക്കാൻ മനസ്സിലാക്കാൻ സാധിക്കും. അതൊരു ഷിഫയാണ്. മാത്രമല്ല ഹദീസിൽ കാണാൻ സാധിക്കും ദവാ ഉദാഇൻ വ ശഫാഉ സുഖ്നിൻ. റസൂൽ പഠിപ്പിച്ചതാണ്. അത് ദവയാണ്, മരുന്നാണ്. എന്തിനുള്ള? ദാഇൻ, ദവാ ഉദാഇൻ, രോഗത്തിനുള്ള ഒരു മരുന്നുമാണ്. വ ശഫാഉ സുഖ്നിൻ, കുടിക്കുന്നവൻ അത് ഷിഫയാണത്. അപ്പോ സംസം വെള്ളം അത് പവിത്രമായ വെള്ളമാണ്, അത് ഒരു മരുന്നാണ് എന്ന് ആദ്യം വെക്കാം. പിന്നെ അപ്പൊ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, ധാരാളം സംസം വെള്ളത്തെ പോലും നിഷേധിക്കുന്ന ഹദീസ് പണ്ഡിതന്മാർ എന്ന് പോലും അറിയപ്പെടുന്ന ആളുകൾ സംസം വെള്ളം സലാം തന്നെ തള്ളിയതാണ്. ആളെ പേരെടുത്ത് നമ്മൾ പറയുന്നില്ല. ആ വിഷയം മനസ്സിലാക്കി വെക്കാം. അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ആ ഹദീസിനെ പോലും, സംസം വെള്ളത്തിന് പ്രത്യേകതയില്ല, ഹദീസിനെ പോലും എന്ത് ചെയ്തിട്ടുണ്ട്? തള്ളിയിട്ടുണ്ട് എന്ന് നമ്മൾ സ്വഹീഹായ ഹദീസുകളിൽ തള്ളുന്ന പച്ചയായ ഹദീസ് നിഷേധങ്ങൾ നമ്മുടെ നാട്ടിലെ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും ഹദീസുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അതിന്റെ അത്ഭുതം ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഇന്ന് വരെ എങ്ങനെയാ എത്ര വർഷങ്ങളായി എത്ര ജനങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സംസം വെള്ളത്തിന്റെ പ്രത്യേകത കണ്ടിട്ട്, അതിന്റെ പവിത്രത കണ്ടിട്ട് മുസ്ലിമായ ഇസ്ലാം സ്വീകരിച്ച ആളുകളുണ്ട്. എത്രത്തോളം വെച്ചാൽ പല ആളുകളും അനുഭവങ്ങൾ പറയാറുണ്ട്. ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ ഇത് മുടിയിട്ട വെള്ളമല്ലോ കേട്ടോ. ഇന്ന് നമ്മളെ നാട്ടില് കോഴിക്കോട് കാന്തപുരത്ത് കിട്ടുന്ന മുടിയിട്ട വെള്ളത്തെ കുറിച്ചല്ല പറഞ്ഞത്. നേരെ മറിച്ച് 100% റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വായിൽ നിന്ന് റസൂൽ ഉറപ്പിച്ച് പറഞ്ഞ, ലോകം അംഗീകരിച്ചു കഴിഞ്ഞ ഒരു മരുന്നാണ് എന്ന് മനസ്സിലാക്കി വെക്കാം. പിന്നെ അപ്പോ അതുകൊണ്ട് റസൂലുള്ള സത്യത്തിൽ വുളൂ ചെയ്യാൻ പറ്റുമോ ഇല്ലേ? ഹറമിലൊക്കെ ചെന്ന ധാരാളം ആളുകൾ വുളൂ ചെയ്യാറ് കാണാൻ സാധിക്കുന്നു. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് മാതൃക റസൂൽ അത് വുളൂ ചെയ്യാൻ ഉപയോഗിച്ചിട്ടുണ്ട്. സംസം വെള്ളം റസൂലുള്ള വുളൂ ചെയ്യാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോ എപ്പോഴും നമുക്ക് അവിടെ ബാത്റൂം ഉണ്ടായിക്കൊണ്ടിരിക്കുക സംസം വെള്ളം വുളൂ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതല്ല നല്ലത്. പക്ഷേ സാധിക്കാത്ത സമയത്ത്, ഇപ്പൊ നമുക്ക് ഹറമിന്റെ സമയത്ത് ഞങ്ങളിപ്പോ നമുക്കറിയാം തവാഫിന് വുളൂ നഷ്ടപ്പെട്ടു വന്നിരിക്കാം. തവാഫ് വുളുവോട് കൂടി ചെയ്യണം. നമുക്ക് ചിലപ്പോൾ പുറത്തു പോകാൻ സാധിക്കില്ല. അത്രയ്ക്കും തിരക്കാണ്, വല്ല പ്രയാസമാണ്, ടൈം അവസാനിക്കും എന്നൊക്കെ തോന്നുന്ന സമയത്ത് നമുക്ക് എന്താ അത്യാവശ്യ ഘട്ടത്തിൽ നമുക്ക് അവിടെ വെച്ചിട്ടുണ്ട് ആ റംസം കൊണ്ട് വുളു ചെയ്യാവുന്നതാണ്. അതിന് തെറ്റില്ല. അത് ഇസ്ലാം വിലക്കിയതല്ല റംസം കൊണ്ട് വുളു ചെയ്യുക എന്നുള്ളത്. പിന്നെ എല്ലാ ടെസ്റ്റുകളും എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. എന്തെങ്കിലും ടെസ്റ്റുകൾ ഞാൻ വായിക്കാതെ വരുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. സംസം വെള്ളത്തിൽ കുളിക്കാൻ പറ്റുമോ? കുളിക്കുന്നതിന് വിലക്കിയിട്ടുള്ള റസൂല് അങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് ഹദീസുകൾ കാണാൻ സാധിക്കും. പക്ഷേ നമ്മളതിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കാൻ വേണ്ടി കഴിയുന്നതും ഒഴിവാക്കാം. കാലും കഴുകാം. ഞാൻ പറഞ്ഞല്ലോ, വുളൂ ചെയ്യുമ്പോൾ എന്തായാലും കാല് കഴുകേണ്ടി വരും. അതല്ല, ധാരാളം ചോദ്യങ്ങൾ വരുന്നുണ്ട്. മനോഹരം ചെയ്യാൻ പറ്റുമോ? ഇതൊക്കെ നമ്മളെ മനസ്സിലാവും. ഒന്നാമത് അത് പവിത്രമായ വെള്ളമാണെന്ന് മനസ്സിലാക്കി വെക്കാം. കുളിക്കണമെങ്കിലും അത് നമുക്ക് ഒരു കഴുകാനും വെള്ളമുണ്ട്, മറ്റു വെള്ളമുണ്ട് എങ്കിൽ നമ്മൾ ഒരിക്കലും സംസം വെള്ളമായിരിക്കരുത് വുളൂ ചെയ്യാനും കുളിക്കാനും മനോഹരം ചെയ്യാനൊക്കെ ഉപയോഗിക്കേണ്ടത്. ഇനി ഒരാള് യാത്രക്കാരനാണ്, അദ്ദേഹത്തിന്റെ വാഹനത്തിൽ സംസം വെള്ളം മാത്രമേ ഉള്ളൂ. എന്താ ചെയ്യാ? മനോഹരം ചെയ്യണ്ടേ? മനോഹരം ചെയ്യേണ്ടി വന്നാല് മറ്റു വെള്ളമല്ലേ, വെള്ളം ഉണ്ടെങ്കിൽ അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ സംസം വെള്ളം കൊണ്ട് റസൂലുള്ള ശൗചം ചെയ്തതായിട്ട് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അത് അതിന്റെ പവിത്രത നഷ്ടപ്പെടാത്ത രൂപത്തിലായിരിക്കും നമ്മൾ അത് ഉപയോഗപ്പെടുത്തേണ്ടത്. പിന്നെ വിഷയത്തില് നമുക്ക് ഇനി കൂടുതലായിട്ട് വെള്ളവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചർച്ച ചെയ്യാനില്ല.